Hello guys, welcome back to my channel JR Black Dragon Boys Army. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് ആൽഫ ലെജൻഡ് 8 എന്ന് പറയുന്ന ഒരു പുതിയ ഗെയിമാണ്. ബൈ ദ വേ നമ്മൾ ഇന്ന് കുറച്ച് ഡാർക്ക് തീമിലാണ് ഗൈസ്, ഒരു ജോക്കർ തീമില്ല. എങ്ങനെയുണ്ട് ഗൈസ് ഈ ടീം? ഇഷ്ടമായോ? നമ്മൾ ആൽഫ ലെജൻഡ് 8 എന്ന് പറയുന്ന ഒരു പുതിയ ഗെയിം കളിക്കാൻ പോവാണ്. ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്തപ്പോൾ തന്നെ കുറച്ച് കളിച്ച് വെച്ചു. എൻ്റെ ഇതിലത്തെ ഇപ്പോഴത്തെ വണ്ടി എന്ന് പറയുന്നത് BMW M2 ആണ്. ശരിക്കും ഇത് ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യുമ്പോൾ നേരെ കിട്ടുന്ന വണ്ടി BMW അല്ല, ഒരു ഏതിന്റെ വണ്ടിയായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഒരു വണ്ടിയാണ് കിട്ടുക, ഹോണ്ടൻ എന്തായാലും ഇതിന്റെ അല്ല, BM അല്ല കിട്ടുക, വേറെ ഏതോ ഒരു കാറാണ് കിട്ടുക. അപ്പൊ ഇപ്പൊ ഞാൻ ഇത് കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്ത് ഇത്ര പൈസയും പിന്നെ BM ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പ്ലേ എടുത്താലോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കളിച്ചു. അപ്പൊ ഞാൻ ഇത്ര റേസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇതാണ് ഇനി കംപ്ലീറ്റ് ആക്കാനുള്ളത്. കംപ്ലീറ്റ് ആക്കാം ഗൈസ്, കംപ്ലീറ്റ് ആക്കാം. എന്താ കംപ്ലീറ്റ് ആക്കും? ഓക്കെ, സ്റ്റാർട്ട് റേസ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. വേറെ നമ്മളെ മൈക്ക് ഇപ്പുറത്ത് ഓടുന്നുണ്ട്. അപ്പൊ ഞാൻ അതിക്കും കൂടെ ഒന്ന് ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടി വരും ഗൈസ്. ഓക്കെ, സ്കിപ്പ് കൊടുക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, റേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ 4-ാം നമ്പർ ഉള്ളവനെ അടിച്ചിട്ടിട്ടുണ്ട്. അടുത്തന്റെ ടാർഗറ്റ് 3-ാം നമ്പർ ആണ്, അവനെയും പൊട്ടിച്ചിട്ടുണ്ട്. അടുത്ത 2-ാം നമ്പർ പോട്ടെ, നൈട്രസ് ഇട്ടിട്ടുണ്ട്. രണ്ടാം സ്ഥാനം കോണിക് സബ്ജസ്കോ ആയിരുന്നു ഗൈസ്. എന്റെ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് കാറില്ലേ അത്. 1-ാം സ്ഥാനം പോർഷെ ആയിരുന്നു. ഓ നോ ഗൈസ്, നമ്മുടെ കാറും പൊട്ടി ഗൈസ്. 1-ാം സ്ഥാനം കേറി പോണു. ഇതിലിവരെ ഓരോ ടാസ്ക് തരും, ആ ടാസ്കും നമ്മൾ കംപ്ലീറ്റ് ആക്കണം. അതാണ് ഗൈസ് ഈ ഏറ്റവും വലിയ പ്രശ്നം. ഓ നോ ഗൈസ്, ഞാൻ ഈ വണ്ടി സൈഡ് ബാരിയറിൽ കൊണ്ടുവന്ന് ഇടിക്കും തോറും ഈ പ്രശ്നം വർദ്ധിക്കുന്നു. വണ്ടി വളയത്തില്ല ഗൈസ്, അതാണ് പ്രശ്നം. വണ്ടി വളയ്ക്കണമെങ്കിൽ നല്ല പണിയാ. ഇത് മൊബൈലിൽ കളിക്കുമ്പോ ഇത്ര പാടില്ല ഗൈസ്, പക്ഷെ ഇത് ലാപ്പിൽ കളിക്കുമ്പോ നല്ല പാടാ വണ്ടി വളയ്ക്കാൻ. പിന്നെ ലാഗും വരും, കാരണം ഇന്റൽ കോർ 5 ആയോണ്ട് ലാഗും വരും ഗൈസ്. പക്ഷെ മൊബൈലിൽ ഈ ഗെയിം സപ്പോർട്ടഡാ, എത്ര കളിച്ചാലും ചെയ്യൂല. പിന്നെ ഓയ്യോ ഗൈസ്, ഞാൻ പറഞ്ഞ ഇതൊക്കെയാണ് പ്രശ്നം. ഒരു മിനിറ്റ് ഗൈസ്, ഇപ്പൊ അതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല ഗൈസ്. അയ്യോ, ഇനി എനിക്ക് നൈട്രോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരു പറഞ്ഞ ടാസ്ക് അനുസരിച്ച് എനിക്ക് ഒരു തവണ നൈട്രോ എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരു തവണ നൈട്രോസ് എടുത്തിട്ടുണ്ട്, ഇനി എടുക്കാൻ പറ്റൂല. ഫസ്റ്റ്
നമ്മൾ അങ്ങനെ റേസ് ജയിച്ചിരിക്കുകയാണ് ഗൈസ്. പറഞ്ഞ എല്ലാ ടാസ്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് റേസ് ജയിച്ചു. ഇത് പ്ലേ ആഡ് ചെയ്താല് ഈ മൾട്ടിപ്പിൾ ഗ്രെയിൻസ് ക്രെഡിറ്റ്സ് കിട്ടും. പക്ഷെ ആവശ്യമല്ല ഗൈസ്. ഒരു സെക്കൻഡ് ഗൈസ്, എന്റെ മൈക്കിന്റെ ഓബീസ് പോയില്ല. നെക്സ്റ്റ് എടുക്കട്ടെ. നമ്മൾ ഇന്നൊരു പുതിയ വില കൂടിയ കാർ മേടിക്കും ഗൈസ്. അത് ഇന്നത്തെ നമ്മുടെ ഒരു ടാസ്ക് ആണ്. നമ്മൾ ഇന്ന് പുതിയ വില കൂടിയ ഏതെങ്കിലും ഒരു കാർ മേടിക്കും. ഈ നമുക്ക് കളിക്കാനുള്ള ഇതാ. പെർഫെക്റ്റ് റൺസ് എന്ന് പറഞ്ഞാൽ എന്താ ഗൈസ്? അത് ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്. ക്ലാസിക് ഡി ആണ്. അപ്പൊ ബി ഒന്നും കിട്ടത്തില്ല ഗൈസ്. ബി എം ഐ പെർഫെക്റ്റ് റൺ എന്താന്ന് എനിക്ക് അറിയാൻ വയ്യ. നോക്ക് ഡൗൺ. ഓ, ഇത്ര പെട്ടെന്ന് നമ്മൾ ഒന്നാം സ്ഥാനത്തെത്തിയോ? നല്ല ലാഗുണ്ട്. പെർഫെക്റ്റ് റൺ ഒരെണ്ണം കിട്ടി. ഓ, അതായിരുന്നല്ലേ പെർഫെക്റ്റ് റണ്ണ്. ഓക്കെ, എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലേ. നൈട്രോയിൽ എത്ര മീറ്റർ പോയി കാണിക്കുന്നു. ഓയ്യോ ഗൈസ്, കറക്റ്റ് ടൈമിൽ വന്നിട്ട് നമ്മള് വർക്കായി. അതുകൊണ്ട് കുറമാര് നമ്മളെ ഗൈസ് വണ്ടി ഇടിച്ചു ഗൈസ്. ആൽഫ ലെജൻഡിന്റെ ഞാൻ വഴി കൂടെ പോണ എല്ലാ വണ്ടീനും ഇടിച്ചു തെറിപ്പിക്കുന്നുണ്ട് കേട്ടോ. M2 ഞാനല്ല, M2. സൈഡ് ബാരിയർ. നീ അങ്ങനെ ഇപ്പൊ ഒന്നാം സ്ഥാനം ആവണ്ടാ. ഇവിടെ ഞാൻ മാത്രം മതി ഒന്നാം സ്ഥാനം. അവളെ വണ്ടി വളച്ച് ഞാൻ ഇങ്ങോട്ട് ടേണെടുക്കാൻ പോയി. ഇത് റെയിൽവേ ട്രാക്ക് ആയതുകൊണ്ട് എത്ര കാത്തിച്ചടലും ഇടാ. പെർഫെക്റ്റ് റണ്ണ്. ഓയ്യോ, പണി കിട്ടി ഗൈസ്. എയർ ടൈം കുറച്ച് കൂടുതൽ വന്നു. പെർഫെക്റ്റ് റണ്ണ് ഒരെണ്ണം എടുക്കാൻ പറഞ്ഞായിരുന്നുള്ളൂ, പക്ഷെ ഞാൻ 2 എടുത്തു. പ്രശ്നമാകുമെന്ന് അറിയാൻ വയ്യ. ജയിച്ചു ഫസ്റ്റ്. ബൈ ദ ബൈ, നമുക്ക് കാറ് മേടിക്കാൻ പറ്റൂന്ന് അറിഞ്ഞൂടാ കേട്ടോ. നോക്കേണ്ടി വരും. ഓ, ഇത് ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റും ഗൈസ്. പാർട്ടിസിപ്പേറ്റ് മാസ്റ്റർ സീസണ്. ഇത് 5 ദിവസമൊക്കെ 12 ദിവസമൊക്കെ കഴിയണം. ഇത്
സിംഗിൾ പ്ലെയർ ഇവന്റ് എന്തെങ്കിലും ഉണ്ടോ? ക്രിയേറ്റ് റൂം ബൈ ദ വേ ഇതിന് മുന്നേ നമുക്ക് ഏതെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള കാർസ് ഉണ്ടോ നോക്കാം ഗൈസ്. അതിന് നമ്മള് ഹോമിൽ പോണം. ഹോമാണ് അതിൽ പോയിട്ട് സെയിൽ ചെയ്യാൻ പറ്റൂല എന്തോ. ബെസ്റ്റ് ഈ കാറ് 100 വിൽക്കൂണ. ഈ കാറ് 6000. ഇത് പോർഷെ 6000 8000 ഒക്കെ വണ്ടികളാ. ഇതൊക്കെ സൂപ്പർ പവർഫുൾ കാർസ് ആണ് ഈ ഗെയിമത്തെ. പോർഷെ 911 ഒക്കെ. GT3 RS ഒക്കെ ഉണ്ട് ഗൈസ്. അല്ല 911 ഗൈസ്. ഈ ഗരാജിൽ ഈ വണ്ടികളൊക്കെ ഉള്ള ഈ പ്രൈസിന് വാങ്ങി. ഞാൻ BMW ഒക്കെ പ്രൈസിന് വാങ്ങിയത് ഗൈസ്. അങ്ങനത്തെ വണ്ടികളൊന്നും ഇല്ലേ? ഞാൻ ഈ BMW ഒക്കെ എത്ര 100 വാങ്ങിയത്. തന്നെ വണ്ടി ഇട്ടുള്ളതെന്നാ തോന്നുന്നു. അല്ല ഞാൻ പറഞ്ഞ അങ്ങനെ പ്രൈസിന് എന്റെ ഇതില് ഉള്ള എന്തേലും മസ്റ്റാങ്കിനൊക്കെ നല്ല വിലയായിരിക്കും ഗൈസ്. മസ്റ്റാങ്കിന് അത് ഏത് സിവിക് പോലെ ഉണ്ടല്ലോ വണ്ടി. ആ സിവിക്ക ഹോണ്ട സിവിക് ടൈപ്പ് R. ഇത് ഹോണ്ട. ഇത് ലംബോർഗിനി ഹൊറൂസ്. ഇത് മെർസിഡസ് ബെൻസ് AMG. ഇത് BMW M3 സെഡാൻ. ഇത് BMW M1. ഇത് ഷവർലെറ്റ്. ഈ കാറൊക്കെ ഉണ്ടല്ലേ. ഇത് എന്റെ സുസുക്കിന്റെ ബൈക്ക്. ഇതല്ല ഈ കാറ് കണ്ടില്ലേ. 15000 ഇത് കൊടുത്താ ഇപ്പൊ ഈ ഓഡിയുടെ കാറ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. 80000 കൊടുത്ത് ഈ കാർ. ഇതിനൊക്കെ 100 റേഞ്ച് റോവർ സ്പോർട്ട്. ഇത് 50000 വണ്ടി. മിനി കൂപ്പർ 50000 വണ്ടിയാ. മിനി കൂപ്പർ ഏതാ? മിനി കൂപ്പർ S റോഡ്സ്റ്റർ വണ്ടി. ഇത് 20000. ഇത് വേണേ നമുക്ക് ഇപ്പൊ അടിക്കാം. ഇത് 100. ഇത് 8000. ഇത് ഏതാ കാറ്? ഇത് കോഡസേറ്റിയസ്. ഇതാണ് ഫസ്റ്റത്തെ കാറ് ഗൈസ്. ഡോഡ്ജ് ഡാർട്ട് GT. ഇതാണ് ഫസ്റ്റത്തെ കാർ. ഇത് ഈ ഇതിലത്തെ. ഇത് ബുഗാട്ടി. ഇതൊന്നും കിട്ടത്തില്ല. ഇത് ഫസ്റ്റത്തെ കാർ. ഇതിലത്തെ ഞാന് ഈ ഫസ്റ്റത്തെ കാർ കഴിഞ്ഞിട്ട് കാണിച്ചത് Audi R8. അത് കഴിഞ്ഞിട്ട് ലോഞ്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച കാറാണ് ഈ BMW M2.
അപ്പൊ ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ